നമസ്കാരം. കോഴിക്കോട് പേരാമ്പ്രക്കടുത്ത് ചെറുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 16-17 വയസ്സ് മാത്രം പ്രായമുള്ള ദർസ് വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമുണ്ടായിരിക്കുന്നു. സന്തോഷ് ചെറവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു മുൻ സൈനികനാണ്. സുരേഷ് പഴയമഠത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഇങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ഈ കുട്ടികളെ മർദ്ദിച്ചത്. രണ്ടുപേർക്കും സംഘപരിവാർ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 16-17 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇന്നലെ രാത്രി 11 മണിക്ക് ചുവരെഴുതാൻ പോയതാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഏതെങ്കിലും സമസ്തയുമായി ബന്ധപ്പെട്ട്, സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരിക്കാം. ആ പരിപാടിയുമായി ബന്ധപ്പെട്ടായിരിക്കാം കുട്ടികൾ ചുവരെഴുതാൻ പോയത്. എന്തായാലും അങ്ങനെ ചുവരെഴുതാൻ പോയ കുട്ടികളെയാണ് ഇവിടെ ഈ സംഘപരിവാർ ബന്ധമുള്ള മുൻ സൈനികൻ ഉൾപ്പെടുന്ന ആളുകൾ മർദ്ദിച്ചത്. ഇന്നലെ രാത്രി 11 മണിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. കുട്ടികൾക്കെതിരെ ക്രൂരമർദ്ദനമുണ്ടായി. നാട്ടുകാരൊക്കെ അവിടെ സംഘടിച്ചു. വലിയ പ്രതിഷേധമുണ്ടായി. പോലീസ് സ്ഥലത്തെത്തി. കുട്ടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്തായാലും 5 മണിക്കൂർ മുമ്പാണ് ഈ വാർത്ത ഒരു ചാനൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ കണ്ടത് ഇപ്പോഴാണ്. ഈ ചാനലിൽ വന്ന വാർത്തയനുസരിച്ച് ഈ 5 മണിക്കൂർ മുമ്പ് വരെ മേപ്പയൂർ പോലീസ് പരാതി കിട്ടിയിട്ടും ഈ കുട്ടികൾക്കെതിരെ ആക്രമണം ഉണ്ടായ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. 16-17 വയസ്സ് മാത്രമാണ് പ്രായം. ഈ കുട്ടികൾ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച്. പോലീസ് പറയുന്നത് കുട്ടികളുടെ മൊഴിയെടുത്തിട്ടില്ല, അതിനുശേഷം കേസെടുക്കാമെന്നാണ്. എന്തിനാണ് ഈ മൊഴിയെടുക്കുന്നത്, ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടിയില്ല. പോലീസിന്റെ ഒരു അനങ്ങാപ്പാറ നയം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. 16-17 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. ആ കുട്ടികൾ ചെയ്ത തെറ്റെന്താണ്? ആ കുട്ടികൾ ദർസ് വിദ്യാർത്ഥികളാണ് എന്നുള്ളത് മാത്രമാണ് ഇവർ ആ കുട്ടികളിൽ കണ്ട ഒരു കുറവ്. ഭീകരവാദികളാണ് എന്ന് പറഞ്ഞാണത്രേ, നിങ്ങളെ ഈ നാട്ടിന് വേണ്ട എന്ന് പറഞ്ഞാണത്രേ ഈ കുട്ടികളെ മർദ്ദിച്ചത്. അതുപോലെ തന്നെ വളരെ നല്ല ഒരു വാർത്തയും ഇന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. മെഹർ എന്നു പേരുള്ള ഒരു മന്തിക്കട, ഈ മന്തിക്കട വിഷു ആശംസയുമായി ബന്ധപ്പെട്ട് ഈ മന്തിക്കട ഒരു പോസ്റ്റർ ഇറക്കി. ഈ പോസ്റ്ററിൽ ഈ മന്തി വിളമ്പി വെച്ചതിന് തൊട്ടടുത്ത്, അതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു, മന്തി വിളമ്പി വെച്ചതിന് തൊട്ടടുത്ത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കൂടെ വെച്ചു. അതായത് ശ്രീകൃഷ്ണൻ മന്തി കഴിക്കാൻ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഫോട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് വിഷു ആശംസകൾ, ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റർ ഇറക്കി. എന്തായാലും അതിന്റെ ഭാഗമായി പോലീസ് കേസെടുത്തു. 9 പേരുൾപ്പെടുന്ന ഒരു കൂട്ടുകെട്ടിന്റെയാണ് ഈ മന്തി ഷോപ്പ്. അതായത് അങ്ങനെ 9 ആളുകളുണ്ട് ഈ മന്തിക്കടയുടെ ഉടമസ്ഥരായി. അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. എന്തായാലും ഇയാളുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഞാന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പുറത്തുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. അദ്ദേഹം അറിയാതെ ചെയ്തു പോയി, അത് എങ്ങനെയോ ലീക്കായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും അത് എന്റെ അറിവോടുകൂടിയല്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ അത് മാറ്റിവെക്കാൻ പറഞ്ഞതാണ്. അത് ഞാൻ അറിയാതെയാണ് പുറത്തു പോയത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. അതായത് കുറ്റബോധമുണ്ട് അദ്ദേഹത്തിന്. അതൊരു നല്ല കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ കേസെടുത്തു. ഇവിടെ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു. എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ്. അവിടെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇപ്പുറത്ത് 2 ചെറിയ കുട്ടികളെ, 16-17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചിട്ടും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. എന്തായാലും കോഴിക്കോട് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ നടപടി, ഈ തെറ്റായ നടപടി, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ആലപ്പുഴ ചേർത്തലയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യസമയത്ത് തന്നെ പോലീസ് നടപടിയെടുത്തത് അഭിനന്ദനാർഹമാണ് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.